Hi friends, welcome back to Veekshna the Art World. ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എക്സ്പ്ലോഷൻ ബോക്സ് ആണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റുകൾ, അതായത് ഗിഫ്റ്റ് എക്സ്പ്ലോഷൻ ബോക്സ് ഏത് തരത്തിലും നമുക്ക് ചെയ്യാം. അതായത് ഫോട്ടോസ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ചോക്ലേറ്റ് വെക്കാം, ഗിഫ്റ്റ്സ് വെക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലോഷൻ ബോക്സ് ആണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് ഷീറ്റും അതുപോലെ തന്നെ കുറച്ച് സാധാരണ കളർ പേപ്പറും പിന്നെ കുറച്ച് ടേപ്പും ഗ്ലൂവും ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 8 സെൻറ്റിമീറ്ററുള്ള സൈഡ്സുള്ള ഒരു സ്ക്വയർ ആദ്യം വരയ്ക്കുക. ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അത് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ബോക്സാക്കി മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരേ അളവിൽ, അതായത് 8 സെൻറ്റിമീറ്റർ സ്ക്വയർ ഒരു 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതായിട്ട് ഞാൻ അതിൻ്റെ മൂടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മൂടി സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസിലാണ്, നമുക്കത് എപ്പോഴും ഇടാനും എടുക്കാനും ഈസി ആയിരിക്കണം. അപ്പം ഒരു 8.25 സെൻറ്റിമീറ്ററിൽ നമ്മൾ സ്ക്വയർ ഉണ്ടാക്കുകയാണ്. അപ്പം ഏത് മെഷർമെൻറ്റാണ് നമ്മൾ എടുത്തത്, ബോക്സിൻ്റെ സൈഡ് എടുത്തിട്ടുള്ളത്, ആ സൈഡിൽ നിന്ന് ഒരു 0.25 സെൻറ്റിമീറ്ററോളം ലൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഏത് മെഷർമെൻറ്റ് എടുത്താലും ആ ഒരു ഇതിലെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 8.25 എന്നുള്ള സൈഡിൽ ഒരു സ്ക്വയറും കൂടി വരച്ചെടുത്തു. അതിൻ്റെ കോർണറിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ കൂടി അത് ഫോൾഡ് ചെയ്യാനായിട്ടുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അങ്ങനെ 2 സ്ക്വയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടി. ഇനി അതിൻ്റെ കോർണർ ഭാഗം ഒരു സ്ക്വയർ പോലെ ഉണ്ടാവും, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മുടെ ബോക്സിൻ്റെ അടപ്പ് നമുക്ക് മടക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ ഉള്ളിലെ സ്ക്വയർ നമ്മളൊന്ന് മുറിച്ചുള്ളത് കത്രികയോ അല്ലെങ്കിൽ നൈഫ് എന്തെങ്കിലും വെച്ച് നമ്മളതൊന്ന് സ്ക്രാച്ച് ചെയ്യുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമ്മളത് ഫോൾഡ് ചെയ്തതിന് ശേഷം പെർഫെക്റ്റായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ കോർണറുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക, ഏതെങ്കിലും ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എപ്പോഴും പോലെ തന്നെ കുറച്ച് ഫാസ്റ്റായിട്ടാണ് നമ്മൾ ചില ഭാഗങ്ങൾ കാണിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്, അതായത് സ്ലോവിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു 3 ഡോട്ട് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ ആ ഓപ്ഷനിൽ പ്ലേ ബാക്ക് സ്പീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നോർമലായിരിക്കും ഇപ്പോൾ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ സ്പീഡ് നിങ്ങൾക്ക് ഒരു 0.25 അല്ലെങ്കിൽ 0.5 ആക്കി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് കാണിക്കുന്ന ആ ഒരു ഭാഗം നിങ്ങൾക്ക് സ്ലോ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ കണ്ടു നോക്കും. അപ്പോൾ ഇത് നമ്മുടെ 5 പീസസും അതുപോലെ തന്നെ ടോപ്പും ഞാനിവിടെ ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ബോക്സും കൂടി ഇതുപോലെ തയ്യാറാക്കാം. ഞാൻ 2 ലെയറാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു 8 സെൻറ്റിമീറ്ററിൻ്റെ ബോക്സും അതുപോലെ തന്നെ 12 സെൻറ്റിമീറ്ററിൻ്റെ ബോക്സും അതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ പേപ്പറിൽ ഒരു കളർ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പേപ്പറിൽ നമ്മൾ ഇതുപോലെ ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ നമ്മളിത് വെക്കുക. എന്നിട്ട് നമുക്ക് അത് ഫോൾഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്, അതാണ് പെൻസിൽ കൊണ്ട് കാണിക്കുന്നത്. ആ ഗ്യാപ്പ് വിടുന്നത് ഫോൾഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഗ്ലൂ ഇട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് ഒട്ടിച്ചതിന് ശേഷം ഒരു 2 സെൻറ്റിമീറ്ററോളം ഒരു ഫോൾഡ് ചെയ്യാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ആ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ പേപ്പറിൻ്റെ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പേപ്പർ വയ്ക്കുക. ഇപ്പോൾ സെയിം കളർ പേപ്പറല്ല, വേറെ കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഞാനിപ്പോൾ സെയിം കളർ പേപ്പർ വെച്ച് തന്നെ ഒട്ടിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് മടക്കി വയ്ക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് ബോക്സും ഇതുപോലെ പേപ്പർ ഒട്ടിച്ച് നീറ്റാക്കി എടുക്കാം. ഇനി നമ്മൾ ഈ ഫോൾഡിങ്ങുകളിലൊക്കെ കുറച്ചിങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും, അതുപോലെ ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ കാണും, ബാക്കിലുള്ള ഇതൊട്ടിച്ച അടയാളങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലാക്ക് ടേപ്പ് എടുത്തിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബോക്സിന് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ അങ്ങനെ 2 യൂസുണ്ട് ഈ ടേപ്പ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇതൊരു ഡെക്കറേഷൻ പോലെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ വേഗം ഓപ്പണായി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബോക്സും അങ്ങനെ ഒട്ടിച്ചെടുക്കാം.
ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ് ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ മതി. സബ് ടൈറ്റിലോട് കൂടിയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2 ബോക്സും ഓൾമോസ്റ്റ് നീറ്റായിട്ട് ഉള്ള രീതിയിൽ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കവറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കവറിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരു പേപ്പർ ഒരു അല്പം തുമ്പ് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷം സൈഡ് ഇതുപോലെ തന്നെ ബ്ലാക്ക് ടേപ്പ് കൊണ്ട് കവർ ചെയ്യാം. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഞാൻ 2 ബോക്സുകളും അതുപോലെ തന്നെ 2ൻ്റെ കവേഴ്സും ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് നന്നായിട്ട് ഓപ്പണായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ ഗിഫ്റ്റ് വെക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് സെയിം ടേപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അതിന് പകരം നമുക്ക് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ടേപ്പ് തന്നെ റോൾ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് വാങ്ങിക്കുമ്പോൾ, അതായത് സർപ്രൈസ് ബോക്സ്, എക്സ്പ്ലോഷൻ ബോക്സ് വാങ്ങിക്കുമ്പോൾ ഒത്തിരി എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വേസ്റ്റായിരിക്കും നമ്മുടെ കാർഡ്ബോർഡെല്ലാം വീട്ടിൽ ആവശ്യമില്ലാതെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങനെ നല്ലൊരു ക്രിയേറ്റീവായിട്ടൊരു ബോക്സൊക്കെ ഉണ്ടാക്കി നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഇതൊരു നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ട് അതിലേക്ക് ചെറിയൊരു 1-2 ടോയ്സും കൂടി വെച്ചിട്ടൊന്ന് ഒരു വിഷും എഴുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഡെക്കറേഷനും അതുപോലെ തന്നെ ഗിഫ്റ്റും എല്ലാം ചേഞ്ച് ചെയ്തിട്ടും അതുപോലെ പിക്ചേഴ്സ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒരു വിഷസ് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ കുട്ടികൾക്കായിട്ടുള്ളത് കൊണ്ട് അവരുടെ ടേസ്റ്റിനനുസരിച്ച് ടോയ് കാസ് അതുപോലെ സൂപ്പർമാനിൻ്റെ ഒരു ചെറിയ ടോയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിനനുസരിച്ച് ചെയ്യാം. ഇനി അതിൻ്റെ ഏറ്റവും പുറത്തുള്ള കവറിലേക്ക് ഞാൻ ചെറിയൊരു റിബൺ റാപ്പ് ചെയ്തിട്ടുള്ള ഡിസൈനിൽ നമ്മുടെ ബ്ലാക്ക് ടേപ്പ് തന്നെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് വെക്കാനായിട്ട് ഒരു ചെറിയൊരു 1-2 പേപ്പർ ഫ്ലവേഴ്സ്, ഒരു 3 പേപ്പർ ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ് ഞാൻ വേറൊരു വീഡിയോയിൽ, ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ വീഡിയോയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബോക്സുകൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബോക്സുകളുടെ എല്ലാ സൈഡ്സും നമ്മൾ കറക്റ്റായിട്ട് എഡ്ജസ് ഷാർപ്പായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാം സെയിം അളവിൽ തന്നെ കട്ട് ചെയ്യുക. അതുപോലെ നമുക്ക് ഇപ്പോൾ സ്ക്വയർ അതുപോലെ ഹെക്സഗണോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗിഫ്റ്റിനെ വെക്കുന്ന സൈസ്, അതായത് നമ്മൾ വെക്കുന്ന ഗിഫ്റ്റിനനുസരിച്ച് നമ്മുടെ ബോക്സുകളുടെ ഗ്യാപ്പ് നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് വെക്കുന്നത് കൊണ്ട് അതിനൊരു 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ബോക്സ് 8 സെൻറ്റിമീറ്റർ സ്ക്വയർ, അതുപോലെ അടുത്ത ബോക്സ് 12 സെൻറ്റിമീറ്റർ. അപ്പം ഈ 8 to 12 ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചോക്ലേറ്റും അതുപോലെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ വെക്കാനായിട്ടുള്ള ഗ്യാപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റിനനുസരിച്ചായിരിക്കണം നമ്മുടെ ബോക്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇത് അളന്നെടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം.
ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണാനായിട്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഉണ്ടാക്കിയിട്ടുള്ള സർപ്രൈസ് ചോക്ലേറ്റ് എക്സ്പ്ലോഷൻ ബോക്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിതിപ്പോൾ സർപ്രൈസ് ബോക്സ് ആയതുകൊണ്ട് ഞാൻ രാത്രിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് സർപ്രൈസായിട്ട് തന്നെ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിതുപോലെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിലും ഇതുപോലൊരു എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഏജുള്ളവരാണെങ്കിലും ഏജില്ലാത്ത കൊച്ചുകുട്ടികളാണെങ്കിലും നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ എന്ത് ഗിഫ്റ്റാണെങ്കിലും ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ത്രില്ല്, അതിൻ്റെ ഒരു സന്തോഷം അതൊന്നും വേറെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട്. കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിലെ എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ ഈ വീഡിയോസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായിട്ട് ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനൊപ്പം തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി അമർത്തി അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.